കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു രാജ്മ മസാല ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി രാജ്മ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക. തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണേ. കുക്കറിലിട്ട് വേവിക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കുറച്ച് ജീരകവും പെരിഞ്ജീരകവും ഇട്ട് പൊട്ടിക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചത് ആഡ് ചെയ്യുക. ചതച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും കറിക്ക് നല്ല സ്വാദായിരിക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും രുചി നല്ലതാണ്. അത് നന്നായി വഴറ്റി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച മണമുണ്ട്. ആ മണം മാറി വരുമ്പോൾ സവാള അരിഞ്ഞ് ചേർക്കുക. സവാള ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇടാം, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി സവാള മതി. സവാള കൂടുതലായ കറിക്കൊരു മധുരമായിരിക്കും. അതുകൊണ്ട് പകുതി സവാള ഇട്ടാൽ മതി. ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇടാം. കുറച്ച് ഉപ്പ് ചേർക്കുക. സവാള പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുക. അതിനുശേഷം നമ്മളൊരു തക്കാളി അരിഞ്ഞ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. തക്കാളി ചെറുതാണെങ്കിൽ ഒരെണ്ണം ഇടുക. അത് നന്നായി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് പാത്രം അടച്ചു വെച്ച് വേവിക്കുക. കണ്ടോ, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മസാലകൾ ഓരോന്നായി ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നിർബന്ധമായിട്ട് ഇടണം. പിന്നെ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യുക. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം, നല്ല കളറൊക്കെ കിട്ടും. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം, ഈ മസാല ഒന്ന് വേവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിക്കുക. കുറച്ച് രാജ്മ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാം. നമുക്ക് കശുവണ്ടി ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താലും മതി. ഇവിടെ ഇപ്പോൾ ഞാൻ രാജ്മ അരച്ച് ചേർത്തു. അതൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച രാജ്മ ഫുള്ളായിട്ട് അതിനകത്തേക്ക് ചേർക്കുക. അത് നന്നായി യോജിച്ച് ഉപ്പും മുളകും എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ തൂവുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം. മസാലപ്പൊടി ഇടണം. മസാലപ്പൊടി ചേർക്കുക. വെജിറ്റബിൾ മസാലയോ ഗരം മസാല എന്ത് വേണമെങ്കിലും ഇടാം. പിന്നെ കുറച്ച് മല്ലിയില നിർബന്ധമായിട്ട് ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ കസൂരി മേത്തി എന്ന് പറയും, നമ്മുടെ ഉലുവയിലയാണത്. അതുണ്ടെങ്കിൽ ഇടാം. ഇത് മെയിനായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. അവർ എല്ലാ ഡിഷിലും മല്ലിയിലയും കസൂരി മേത്തിയും ഇടും. താങ്ക് യു.